ഹായ് ഹലോ ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ആൻഡ് പാരന്റ്സ്. വിദേശത്തെ MBBS പഠനത്തിന് ആപ്റ്റ് ആയിട്ടുള്ള ടോപ്പ് റാങ്ക്ഡ് മെഡിക്കൽ യൂണിവേഴ്സിറ്റീസ് പരിചയപ്പെടുത്തുന്ന വിൽബർട്ടൺ എഡ്യൂക്കേഷൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ പതിറ്റാണ്ടുകളായി തന്നെ റഷ്യ ഇന്ത്യൻ മെഡിക്കൽ സ്റ്റുഡൻസിന്റെ ഇടയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഡെസ്റ്റിനേഷൻ ആണ്. ഇതിനുള്ള പ്രധാന കാരണം അഫോർഡബിൾ ഫീസിൽ ഗ്ലോബൽ റെക്കഗ്നൈസേഷൻ ചെയ്തിട്ടുള്ള MBBS ഡിഗ്രി പഠിക്കാമെന്നുള്ളത് തന്നെയാണ്. അഫോർഡബിൾ ഫീസ് എന്നതിനേക്കാളും ലോവസ്റ്റ് ഫീസിൽ MBBS പഠിക്കാൻ പറ്റുന്ന ഒരു രാജ്യം കൂടിയാണ് റഷ്യ. ലോകത്തിലെ തന്നെ ലാർജസ്റ്റ് കൺട്രിയാണ് റഷ്യ. ഭൂമിയിലെ 10% ഭാഗവും റഷ്യയുടെ ലാൻഡ് ആയിട്ടാണ് പരിഗണിച്ചിട്ടുള്ളത്. 14ഓളം രാജ്യങ്ങളുമായിട്ടാണ് റഷ്യ അതിർത്തി പങ്കിടുന്നത്. റഷ്യയിൽ തന്നെ 120ഓളം എത്നിക് ഗ്രൂപ്പ്സുകളാണുള്ളത്. ഇവരെല്ലാം തന്നെ 100ഓളം ലാംഗ്വേജുകളും കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒട്ടനവധി ചിന്തകന്മാരുടെ പേരിലും ആർട്ടിസ്റ്റുകളുടെ പേരിലും ശക്തമായിട്ടുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ പേരിലും റഷ്യ അറിയപ്പെടുന്നതാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് റഷ്യയിലെ തന്നെ മോസ്റ്റ് പോപ്പുലർ ഗവൺമെന്റ് മെഡിക്കൽ റിസർച്ച് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള മൊർദോവിയ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. 1931 മുതൽ തന്നെ മെഡിക്കൽ സയൻസ് ലോകത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് മൊർദോവിയ. ഇന്നത്തേക്ക് ഏതാണ്ട് 94 വർഷത്തേക്ക് കടക്കുകയാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി. റഷ്യയിലെ MBBS പഠനത്തിന്റെ പ്രത്യേകതകളും മൊർദോവിയ യൂണിവേഴ്സിറ്റിയിലെ ട്യൂഷൻ ഫീസ്, അക്കാഡമിക്സ്, യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസേഷൻസ്, പ്രോഗ്രാം കരിക്കുലം, എൻട്രി റിക്വയർമെന്റ്സ്, ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ്, ലിവിംഗ് എക്സ്പെൻസ്, കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്നിങ്ങനെ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. നമുക്ക് ആദ്യമായിട്ട് റഷ്യ മെഡിക്കൽ സയൻസിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് നോക്കാം. പോളിയോ, ട്യൂബർക്ലോസിസ്, COVID-19 പോലുള്ള ഡിസീസിനായിട്ട് വാക്സിൻ ആദ്യമായിട്ട് നിർമ്മിച്ച ഒരു രാജ്യം കൂടിയിട്ടാണ് റഷ്യ. ഹാർട്ട് സർജറി, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻസ് എന്നിവയ്ക്കായിട്ട് റഷ്യൻ സയന്റിസ്റ്റ് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്തു വരുന്നുണ്ട്. ഓങ്കോളജി അതുപോലെ റേഡിയോളജി വിഭാഗങ്ങളിലെ AI പവേർഡ് ഡയഗ്നോസിസ് റഷ്യ ചെയ്തു വരുന്നുണ്ട്. ഫ്യൂച്ചർ ഓഫ് ഗ്ലോബൽ ഹെൽത്ത് കെയർ, ഡിസീസ് പ്രിവെൻഷൻ എന്നിവക്കായിട്ട് ഒരുപാട് കോൺട്രിബ്യൂഷൻ റഷ്യ ചെയ്തു വരുന്നുണ്ട്. ഈ ഒരു വർഷം തന്നെ റിസർച്ചിലൂടെ റഷ്യ നേടിയ ലോകം കണ്ട മറ്റൊരു മെഡിക്കൽ ഇന്നോവേഷൻ ആണ് ക്യാൻസറിനെതിരെയുള്ള mRNA ബേസ്ഡ് വാക്സിൻ. 30 വർഷമോ അതിൽ കൂടുതലായിട്ട് റഷ്യയിലേക്ക് ഇന്ത്യയിൽ നിന്നും MBBS പഠിക്കാൻ സ്റ്റുഡൻസ് പോകുന്നുണ്ട്. USSRന്റെ സമയത്ത് തന്നെ റഷ്യ സയന്റിഫിക് റിസർച്ച് ഓറിയന്റഡ് ആക്ടിവിറ്റീസിൽ ടോപ്പ് ലിസ്റ്റഡ് ആണ്. റഷ്യയിലെ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മൊർദോവിയ യൂണിവേഴ്സിറ്റിയും ഇത്തരത്തിലുള്ള റഷ്യയിലെ റിസർച്ച് ഓറിയന്റഡ് യൂണിവേഴ്സിറ്റിയാണ്. നമുക്ക് ആദ്യം മൊർദോവിയ സിറ്റിയെ കുറിച്ച് മനസ്സിലാക്കാം. മൊർദോവിയ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് റഷ്യയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള മോസ്കോയിൽ നിന്നും 650 കിലോമീറ്റർ മാറിയിട്ട് മൊർദോവിയ എന്ന സിറ്റിയിലാണ്. നമ്മൾ ഈ പറയുന്ന മൊർദോവിയ സിറ്റി റഷ്യയിലെ മോസ്റ്റ് കംഫർട്ടബിൾ സിറ്റി എന്ന പേരിൽ 4 തവണ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ സ്റ്റുഡൻസിന് ഇവിടെ ഒരു ബെറ്റർ ലിവിംഗ് എക്സ്പെൻസും ലഭിക്കുന്നുണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് സരൻസ്ക് സിറ്റിയോട് ചേർന്നിട്ടാണ്. ഈ ഒരു സിറ്റിയിലെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് നോക്കുകയാണെങ്കിൽ തന്നെ സിംകിനോ ലാൻഡ്സ്കേപ്പ് റിസർവ്, മൊർദോവിയൻ നാച്ചുറൽ റിസർവ് പോലുള്ള 100ഓളം നാച്ചുറൽ അട്രാക്ഷൻസ് സ്റ്റുഡൻസിന് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. കൂടാതെ എഡ്യൂക്കേഷൻ റീജിയണൽ ഹബ്ബായിട്ടാണ് ഈ ഒരു സിറ്റി അറിയപ്പെടുന്നത്. മൊർദോവിയൻ റിപ്പബ്ലിക്കൻ മ്യൂസിയം ഓഫ് ഫൈൻ ആർട്സ്, മൊർദോവിയൻ നാഷണൽ തിയേറ്റർ എന്നിവ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസിൽ ഒന്നാണ്. ഈ ഒരു സിറ്റിയിലാണ് 2018 ഫിഫ വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റഷ്യയിലെ തന്നെ വെൽ നോൺ ബിസിനസ് ഹബ് എന്ന രീതിയിലും ഈ ഒരു സിറ്റി അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നും ഒരുപാട് സ്റ്റുഡൻസ് പഠിക്കുന്ന ഇവിടെ സ്റ്റുഡൻസ് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനും കൂടിയിട്ടാണ്. മറ്റ് യൂറോപ്യൻ കൺട്രീസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഹോസ്റ്റലും അതുപോലെ ലിവിംഗ് എക്സ്പെൻസും വളരെ കുറവ് എന്നത് റഷ്യയുടെ മറ്റൊരു അട്രാക്ഷൻ കൂടിയാണ്. നമുക്കിനി ഈ സിറ്റിയിലത്തെ സേഫ്റ്റിയെ കുറിച്ചിട്ടൊന്ന് നമുക്ക് നോക്കാം. ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് സേഫ്റ്റി ഉറപ്പുവരുത്താനായിട്ട് യൂണിവേഴ്സിറ്റിയും അതുപോലെ ഗവൺമെന്റും സ്ട്രോങ് സെക്യൂരിറ്റി മെഷേഴ്സ് ആണ് എടുത്തിട്ടുള്ളത്. ക്യാമ്പസ് ഹോസ്റ്റലിൽ താമസിക്കുന്ന നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും തന്നെ വളരെ സേഫ് ആണ്. നിങ്ങളുടെ അസിസ്റ്റൻസിനായിട്ട് ഇവിടെ കെയർ ടേക്കേഴ്സും അതുപോലെ തന്നെ എപ്പോഴും സർവീലൻസും ഉള്ളതിനാൽ നിങ്ങൾക്ക് ഇവിടെ സേഫ്റ്റി ഇഷ്യൂസ് ഒന്നും തന്നെ ഫേസ് ചെയ്യേണ്ടി വരില്ല. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള അക്കാഡമിക് അല്ലെങ്കിൽ സോഷ്യൽ അസിസ്റ്റൻസിനായിട്ട് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റീസും ഇവിടെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെ ഇവിടെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സോഷ്യൽ ലൈഫും അക്കാഡമിക് ലൈഫും വളരെ കംഫർട്ട് ആയിരിക്കും. ഇന്ത്യയുമായിട്ട് വളരെ നല്ല ഡിപ്ലോമാറ്റിക് ബന്ധമാണ് റഷ്യക്കുള്ളത്. സോ ഇന്ത്യൻസിനെ വെൽക്കമിങ് ചെയ്യുന്ന ഒരു രാജ്യം എന്നൊരു സേഫ് സൈഡും റഷ്യക്കുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയുടെ റെക്കഗ്നൈസേഷൻസിനെ കുറിച്ച് അറിയാം. അസോസിയേഷൻ ഓഫ് മെഡിക്കൽ സ്കൂൾസ് ഇൻ യൂറോപ്പ്, നാഷണൽ മെഡിക്കൽ കമ്മീഷന്, WDOMS, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻസ് എന്നിങ്ങനെ എല്ലാവിധ അപ്രൂവലും ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് മൊർദോവിയ. നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ എബ്രോഡ് പഠിക്കാൻ ചൂസ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ് NMC ഗൈഡ് ലൈൻസ്. യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാം ഡ്യൂറേഷൻസ്, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻസ്, WHO അംഗീകാരം എന്നിവയാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. NMCയുടെ ഗൈഡ് ലൈൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഈ ഒരു യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് PG ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡോക്ടറായിട്ട് ജോലി ചെയ്യാനോ യാതൊരു തടസ്സവും റഷ്യയിൽ പഠിച്ചാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. സാധാരണ വിദേശത്ത് പഠിച്ച് തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന്റെ
ഫസ്റ്റ് ഓപ്ഷൻ ആണ് റഷ്യ. ഇനി നമുക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റിയിലത്തെ MBBS കരിക്കുലത്തെ കുറിച്ചിട്ട് നോക്കാം. 5 വർഷത്തെ ക്ലിനിക്കൽ സ്റ്റഡീസും 1 വർഷത്തെ ഇന്റേൺഷിപ്പും ഉൾപ്പെടുന്ന 6 വർഷത്തെ MBBS പ്രോഗ്രാം ആണ് മൊർദോവ യൂണിവേഴ്സിറ്റിയിലുള്ളത്. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻസ് കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിലാണ് വരുന്നത്. ആദ്യത്തെ വർഷങ്ങളിൽ പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസ് ആയിരിക്കും നിങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കുക. ഈ ഒരു സമയം നിങ്ങൾക്ക് അനാട്ടമി, ബയോകെമിസ്ട്രി, ഫിസിയോളജി തുടങ്ങിയ ബേസിക്സ് മെഡിക്കൽ സയൻസ് സബ്ജക്റ്റുകളാണ് തുടങ്ങുന്നത്. അതോടുകൂടെ തന്നെ കൂടുതൽ മെഡിക്കൽ സബ്ജക്റ്റുകളും ഇൻവോൾവ് ആയിക്കൊണ്ടാണ് ഇവിടുത്തെ ഒരു കരിക്കുലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നീടുള്ള വർഷങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ക്ലിനിക്കൽ സ്റ്റഡീസിലാണ്. സർജറി, ഇന്റേണൽ മെഡിസിൻസ്, ഗൈനക്കോളജി, ഓർത്തോ, പീഡിയാട്രിക്സ്, കമ്മ്യൂണിറ്റി മെഡിസിൻസ് പോലുള്ള സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാമുകളാണ് നിങ്ങൾ ഈ വർഷങ്ങളിൽ പഠിക്കുന്നത്. അവസാനത്തെ ഒരു വർഷമാണ് നിങ്ങൾക്കുള്ള ഇന്റേൺഷിപ്പ് വരുന്നത്. പഠന സമയത്ത് തന്നെ ഹോസ്പിറ്റലുകളിൽ പേഷ്യൻസ് ഇന്ററാക്ഷൻസും ചെയ്തുകൊണ്ടാണ് മൊർദോവയിൽ MBBS കരിക്കുലംസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഒരു എക്സാം പാറ്റേൺസിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഇവിടെ പ്രീ ക്ലിനിക്കൽ ഫേസിലും ക്ലിനിക്കൽ ഫേസിലും നിങ്ങൾക്ക് റിട്ടേൺ, ഓറൽ, പ്രാക്ടിക്കൽസ് എക്സാം എന്നിവയാണ് ഉണ്ടായിരിക്കുന്നത്. റിട്ടേൺ എക്സാമിൽ നിങ്ങൾക്ക് MCQs ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വൈവ ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. ഇതോടുകൂടെ തന്നെ നിങ്ങൾ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ക്ലിനിക്കൽ എക്സാമും ക്ലിയർ ചെയ്യേണ്ടതാണ്. കൂടാതെ ഇന്റേൺഷിപ്പ് സമയത്ത് നിങ്ങൾക്ക് ഫൈനൽ ഇവാലുവേഷൻ, സ്റ്റേഷൻസ് എക്സാമിനേഷൻസും ക്ലിയർ ചെയ്യേണ്ടതാണ്. റിയൽ ടൈം പേഷ്യന്റ് ഡയഗ്നോസിസ് ആണ് നിങ്ങൾ ഈ പറയുന്ന സ്റ്റേഷൻസ് എക്സാമിന്റെ സമയത്ത് പെർഫോം ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയിലത്തെ ഹോസ്പിറ്റൽസിനെ കുറിച്ചിട്ടും ഇവിടുത്തെ അഫിലിയേറ്റഡ് ക്ലിനിക്കൽസിനെ കുറിച്ചിട്ടും മനസ്സിലാക്കാം. യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽസിന് പുറമെ ക്ലിനിക്കൽ റൊട്ടേഷൻസ് യൂണിവേഴ്സിറ്റിയുമായിട്ട് അഫിലിയേറ്റഡ് ആയിട്ടുള്ള പ്രൈമറി ഹോസ്പിറ്റൽസിലും ക്ലിനിക്കൽസിലുമാണ് ചെയ്യുന്നത്. റിപ്പബ്ലിക്കൻ ക്ലിനിക്കൽ ഹോസ്പിറ്റൽ, സിറ്റി ക്ലിനിക്കൽ ഹോസ്പിറ്റൽ, ചിൽഡ്രൻസ് ക്ലിനിക്കൽ ഹോസ്പിറ്റൽസ് എന്നിങ്ങനെ മൊർദോവ സിറ്റിയിലെ മറ്റ് ഹോസ്പിറ്റലുകളുമായിട്ടും ക്ലിനിക്കൽസുമായിട്ടും യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ആണ്. 1200+ ബെഡ് കപ്പാസിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽസിന് മാത്രം വരുന്നത്. സ്റ്റുഡൻസിന് എല്ലാവർക്കും തന്നെ ഇവിടെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസും ഈ ഒരു കാരണം കൊണ്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ മോഡേൺ ഇൻഫ്രാസ്ട്രക്ചറിൽ വെൽ എക്യുപ്ഡ് ലാബും ലൈബ്രറിയാണ് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ബെറ്റർ സ്റ്റഡി എക്സ്പീരിയൻസ് ലഭിക്കുന്നതിന് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കിനി യൂണിവേഴ്സിറ്റിയിലത്തെ ഗ്രേഡിംഗ് സിസ്റ്റത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കാം. 5 സ്കെയിൽ ഗ്രേഡിംഗ് സിസ്റ്റം ആണ് റഷ്യ സാധാരണഗതിയിൽ ഫോളോ ചെയ്യുന്നത്. 5 എന്നാൽ എക്സലന്റും, 4 എന്നാൽ ഗുഡും, 3 എന്നാൽ സാറ്റിസ്ഫാക്ടറി ലെവലുമാണുള്ളത്. ഇനി നിങ്ങൾക്ക് 2 പോയിന്റ് ലഭിച്ചുള്ളതാണെങ്കിൽ അൺസാറ്റിസ്ഫാക്ടറി, അതായത് ഫെയിൽ എന്നാണ് അർത്ഥം. ഇനി നിങ്ങൾക്ക് 1 പോയിന്റ് ആണെങ്കിൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആയി എന്നാണ് അർത്ഥം. കണ്ടിന്യൂസ് അസസ്മെന്റ്സ്, പ്രാക്ടിക്കൽ ഇവാലുവേഷൻസ്, ഫൈനൽ എക്സാമിനേഷൻസ് എന്നിങ്ങനെയുള്ള എക്സാമിനിലൂടെയാണ് ഈ ഒരു ഗ്രേഡിംഗ് സിസ്റ്റം നടപ്പാക്കുന്നത്. മിനിമം 3 ഗ്രേഡ് പോയിന്റ് സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം പാസ് ആവാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് മൊർദോവ യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റീസിനെ പരിചയപ്പെടാം. 250 മെമ്പേഴ്സ് അടങ്ങുന്ന ലെക്ചേഴ്സ് ടീമാണ് യൂണിവേഴ്സിറ്റിക്ക് ഉള്ളത്. അതിൽ തന്നെ 41 പേരടങ്ങുന്ന ടീം ഹയർ ഡോക്ടർ ഡിഗ്രി ഹോൾഡേഴ്സ് ആണ്. കൂടാതെ 154 മെമ്പേഴ്സ് PhD ഡിഗ്രീസ് ഹോൾഡേഴ്സും കൂടിയാണ്. വേൾഡ് വൈഡ് എഡ്യൂക്കേഷൻ ആൻഡ് സയന്റിഫിക് റിസർച്ച് സെന്റേഴ്സുമായിട്ട് ഈ ഒരു യൂണിവേഴ്സിറ്റി പാർട്ണർഷിപ്പ് വെച്ചിട്ടുണ്ട്. ഇതൊരു മൾട്ടി കൾച്ചറൽ ലേണിംഗ് എൻവയോൺമെന്റ് ഉണ്ടാക്കാൻ നല്ല രീതിയിൽ നമ്മുടെ സ്റ്റുഡൻസിനെ സഹായിക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ മറ്റ് രാജ്യങ്ങളിൽ പോയി നിങ്ങൾക്ക് എക്സ്ചേഞ്ച് പ്രോഗ്രാം ചെയ്യാനും അവിടുത്തെ മെഡിക്കൽ സിസ്റ്റവുമായിട്ട് ക്ലോസ്ലി വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം യൂണിവേഴ്സിറ്റി തരുന്നുണ്ട്. ഇനി നമുക്ക് ഈ മൊർദോവ യൂണിവേഴ്സിറ്റിയിലത്തെ എൻട്രി ക്രൈറ്റീരിയനെ കുറിച്ച് മനസ്സിലാക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകളിലായിട്ട് നിങ്ങൾക്ക് +2 60% കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യേണ്ടതാണ്. കൂടാതെ നീറ്റ് ക്വാളിഫൈ ആയിരിക്കണം എന്നതും ഇവിടുത്തെ ഒരു ക്രൈറ്റീരിയ ആണ്. ഇനി ഏജ് ഗ്രൂപ്പ് ആണെങ്കിൽ 17 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ MBBS വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുക. ഇനി നമ്മൾ ഈ യൂണിവേഴ്സിറ്റിയിലത്തെ ഒരു ട്യൂഷൻ ഫീസ് നോക്കുകയാണെങ്കിൽ തന്നെ ഇയർലി $4500 ആണ് ഫീസ് ആയിട്ട് വരുന്നത്. ഏതാണ്ട് 3,92,000 INR ആണ് ഇയർലി ഫീസ് വരുന്നത്. കൂടാതെ നമ്മൾ ഇവിടുത്തെ ഒരു ഹോസ്റ്റലും അതുപോലെ തന്നെ ലിവിംഗ് എക്സ്പെൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ യൂണിവേഴ്സിറ്റി സാധാരണഗതിയിൽ ഇന്ത്യൻ സ്റ്റുഡൻസിന് ഹോസ്റ്റൽസ് അവൈലബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിക്ക് ഏതാണ്ട് 13 ഹോസ്റ്റൽ ബിൽഡിംഗ്സ് ആണ് വരുന്നത്. ഇതിൽ 11 ഹോസ്റ്റൽസും ക്യാമ്പസിന് അകത്തും 2 ഹോസ്റ്റൽസ് ക്യാമ്പസിന് പുറത്തുമായിട്ടാണുള്ളത്. റഷ്യയിലെ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇയർലി ഹോസ്റ്റൽ ഫീസ് വരുന്നത് $800 ആണ്. ഏതാണ്ട് 69,000 ഇന്ത്യൻ രൂപയാണ് വരുന്നത്. ഇനി ഇവിടുത്തെ ഒരു മെസ് ഫെസിലിറ്റീസ് നോക്കുകയാണെങ്കിൽ ഹൈജീനിക് ആൻഡ് ന്യൂട്രീഷൻ ഫുഡ് ആണ് സെർവ് ചെയ്യുന്നത്. വെജിറ്റേറിയൻ അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ ഓപ്ഷൻസും യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് അവൈലബിൾ ആണ്. മന്ത്ലി ഏതാണ്ട് 10,000 രൂപയുടെ അടുത്തേക്കാണ് മെസ് ഫീസ് ആയിട്ട് വരുന്നത്. കൂടുതൽ സ്റ്റുഡൻസും ഫസ്റ്റ് ഇയറിന് ശേഷം യൂണിവേഴ്സിറ്റിക്ക് പുറത്ത് ഹൗസിംഗോ അല്ലെങ്കിൽ റെന്റൽ അപ്പാർട്ട്മെന്റ്സ് ആണ് ചൂസ് ചെയ്യാറ്. കാരണം ഈ ഒരു ഓപ്ഷൻസിലൂടെ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് സെൽഫ് കുക്കിംഗ് എന്നുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ നിങ്ങൾക്കുള്ള ഹെൽത്തിയും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ സെൽഫ് കുക്കിംഗ് തന്നെയാണ്. ഡയറി പ്രൊഡക്ട്സും ഗ്രോസറീസും റൈസും ഗ്രെയിൻസും മീറ്റും തുടങ്ങിയ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ സാധിക്കും. അത്യാവശ്യം വേണ്ട സ്പൈസസ് ഒക്കെ കുട്ടികൾ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകാറും പതിവുണ്ട്. സോ 2ാമത്തെ വർഷം മുതലൊരു എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ ഗ്രോസറിയും അതുപോലെ എനർജി എക്സ്പെൻസ് എല്ലാം കൂടി നോക്കുകയാണെങ്കിൽ തന്നെ ഏതാണ്ട് ഒരു 5,000 ഇന്ത്യൻ രൂപ മാത്രമാണ് വരുന്നത്. ഇനി നമുക്ക് റഷ്യയിലെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തെ കുറിച്ച് മനസ്സിലാക്കാനാണെങ്കിൽ ഇവിടെ സ്റ്റുഡൻസിനായിട്ട് വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ആണുള്ളത്. ട്രാവലിംഗ് വളരെ ഈസിയും അഫോർഡബിൾ ആണ്. ട്രെയിൻസും ബസ്സും ക്യാബ്സും ട്രാമുകളെല്ലാം തന്നെ ഈ ഒരു സിറ്റിയിൽ നമുക്ക് അവൈലബിൾ ആണ്. ഈ മൊർദോവയിൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മൾട്ടി പർപ്പസ് സ്റ്റുഡൻസ് കാർഡും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും യൂണിവേഴ്സിറ്റി ബിൽഡിംഗ്സ്, ലൈബ്രറീസ്, ലബോറട്ടറീസ്, അക്കാഡമിക് റിസോഴ്സ്
റിസോഴ്സസ്, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് എന്നിവയ്ക്കെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് റഷ്യയിലെ ട്രാവലിംഗും അതുപോലെ തന്നെ കറൻസി നോക്കുകയാണെങ്കിൽ തന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിയറസ്റ്റ് എയർപോർട്ട് വരുന്നത് മൊർദോവിയ എയർപോർട്ട് ആണ്. എന്നാൽ തന്നെ നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ മോസ്കോ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് ടിക്കറ്റ് എടുക്കുന്നത്. നോർമലി കേരളത്തിൽ നിന്നും റഷ്യയിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റ് ആണ് എടുക്കുന്നത്. കൊച്ചിയിൽ നിന്നും ദുബായിലേക്കും ദുബായിൽ നിന്നും മോസ്കോയിലേക്കുമാണ് നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്നത്. മോസ്കോയിൽ നിന്നും സാധാരണ ഗ്രൂപ്പ് ട്രാവലിംഗ് ബൈ റോഡ് ആണ് ഫസ്റ്റ് ഇയറിൽ നമ്മൾ സ്കെഡ്യൂൾ ചെയ്യുന്നത്. ഫ്ലൈറ്റ് ടിക്കറ്റ് വരുന്നത് ഏതാണ്ട് 30,000 രൂപ മുതലാണ്. റഷ്യയിലെ ലോക്കൽ കറൻസി നോക്കുകയാണെങ്കിൽ തന്നെ റൂബിൾസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒരു റഷ്യൻ റൂബിൾ എന്ന് പറയുന്നത് ഏതാണ്ട് ഇന്ത്യയിലെ 90 പൈസ മാത്രമാണ്. സാധാരണ റഷ്യയിലെ ലിവിംഗ് എക്സ്പെൻസ് വളരെ കുറവാണ്. നമുക്കിനി മൊർദോവിയയിലെ ക്ലൈമറ്റിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാം. നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിറ്റി റഷ്യയുടെ ഈസ്റ്റേൺ ഭാഗത്തായതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കോണ്ടിനെന്റൽ ക്ലൈമറ്റിക്കൽ കണ്ടീഷൻസ് ആണ് വരുന്നത്. ഡിസംബർ മുതൽ ഏതാണ്ട് ഫെബ്രുവരി ലാസ്റ്റ് വരെയാണ് ഇവിടുത്തെ ഒരു വിന്റർ സീസൺ വരുന്നത്. പൊതുവെ വിന്ററിൽ അനുകൂലമായിട്ടുള്ള ഒരു മോഡറേറ്റ് തണുപ്പാണ് നമ്മൾക്ക് എല്ലാവർക്കും കിട്ടുന്നത്. തുടർന്ന് സ്പ്രിങ്ങും സമ്മറും ഓട്ടവുമായിട്ട് എല്ലാ വിധത്തിലുള്ള ഒരു ക്ലൈമറ്റിക്കൽ കണ്ടീഷൻസും നമുക്ക് മൊർദോവയിൽ എൻജോയ് ചെയ്യാൻ സാധിക്കും. വിന്റർ സമയത്ത് സാധാരണ നമ്മുടെ മക്കൾക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തണുപ്പ് തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് ഈ മൊർദോവയിലത്തെ സ്റ്റുഡൻസ് ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ മുമ്പ് പറഞ്ഞതുപോലെ റഷ്യ ഇന്ത്യക്കാരുടെ സ്റ്റഡി ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റിയും അത്ര സ്ട്രോങ് ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ വളരെ അടിപൊളിയായിട്ടുള്ള സ്റ്റുഡന്റ് ലൈഫ് തന്നെയാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റീസിന്റെ ബേസിസിൽ നിങ്ങൾക്ക് ഇവിടെ കൾച്ചറൽ ഇവന്റ്സും സ്റ്റുഡൻസ് മീറ്റപ്പ് പ്രോഗ്രാംസും ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഓറിയന്റേഷൻ പ്രോഗ്രാംസ് എല്ലാം നടക്കാറുണ്ട്. കൂടാതെ നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാംസ് ആയിട്ടുള്ള ഓണം, വിഷു, ഈദ്, ദിവാലി, ക്രിസ്മസ്, ഹോളി പോലുള്ള എല്ലാ ഇവന്റ്സും ഇവിടെ വളരെ ആക്റ്റീവായിട്ട് ഇന്ത്യൻ സ്റ്റുഡൻസ് നടത്താറുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് വാട്ട് ആഫ്റ്റർ MBBS ഇൻ റഷ്യ എന്നതിനെ കുറിച്ചിട്ടാണ്. മൊർദോവയിൽ MBBS പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് അമേരിക്ക, ഓസ്ട്രേലിയ, യൂറോപ്പ്, ഇന്ത്യ തുടങ്ങിയ ലോകത്തെ ഏത് രാജ്യത്തും നിങ്ങൾക്ക് ഒരു ക്വാളിഫൈഡ് ഡോക്ടറായിട്ട് ജോലി ചെയ്യാനുള്ള സ്ട്രോങ് ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. കാർഡിയോളജി, സർജറി, റേഡിയോളജി, ഓങ്കോളജി തുടങ്ങിയ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് സ്പെഷ്യലൈസേഷൻസിലും നിങ്ങൾക്ക് ഒരു PG എടുത്തിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓപ്ഷൻസും ഈ ഒരു യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് തരുന്നുണ്ട്. ECFMG, WDOMS, FEIMAR തുടങ്ങിയ എല്ലാവിധ അപ്രൂവൽ ഉള്ളത് കൊണ്ട് തന്നെ ഏത് രാജ്യത്തും നിങ്ങൾക്ക് വർക്കും ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് റഷ്യയിൽ തന്നെ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണെങ്കിൽ റഷ്യൻ ലാംഗ്വേജ് ടെസ്റ്റും നിങ്ങൾ എഴുതി പാസ്സാവേണ്ടതാണ്. കൂടാതെ റഷ്യൻ മെഡിക്കൽ ലൈസൻസ് എക്സാമിനേഷൻസും നിങ്ങൾ എഴുതി ലൈസൻസും കരസ്ഥമാക്കേണ്ടതാണ്. പക്ഷെ നമ്മുടെ കുട്ടികൾ ഭൂരിഭാഗം പേർക്കും നാട്ടിൽ വന്ന് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നാട്ടിൽ തിരിച്ചു വന്നൊരു PG ചെയ്യാനായിരിക്കും പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കുക. റഷ്യയിലെ മൊർദോവിയ യൂണിവേഴ്സിറ്റി NMC റൂൾസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നാട്ടിൽ വന്നതിന് ശേഷം FMG അല്ലെങ്കിൽ നെക്സ്റ്റ് എക്സാം എഴുതിയിട്ട് ഇന്ത്യയിൽ നിങ്ങൾക്കൊരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ എല്ലാ വീഡിയോയിലും പറഞ്ഞതുപോലെ തന്നെ അബ്രോഡ് MBBS പഠിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നവർ പ്രധാനമായും അറ്റൻഡ് ചെയ്യേണ്ട ഒരു എക്സാം ആണ് FMG, NMC നെക്സ്റ്റ് എക്സാം. ഈ ഒരു ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ലൈസൻസ് ലഭിക്കും. 2025 FMG റിസൾട്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം 30% പാസിംഗ് പെർസെന്റേജ് ആണ് ഈ പറയുന്ന FMG എക്സാമിന് 2025 കിട്ടിയിട്ടുള്ളത്. അതായത് 100ൽ 30 സ്റ്റുഡൻസിന് ഇവിടെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് കിട്ടി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നല്ല രീതിയിൽ MBBS പഠിക്കുന്ന ഏതൊരു സ്റ്റുഡൻസിനും തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് ഈ ഒരു എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദേശത്ത് പഠിച്ചിട്ട് ഇന്ത്യയിൽ ഒരു ഡോക്ടർ ആവാന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ടാസ്കേ അല്ല. നിങ്ങൾ നോക്കൂ, ഇന്ത്യയിൽ പഠിച്ചവരും വിദേശത്ത് പഠിച്ചവരൊക്കെ ഒരുപോലെ അറ്റൻഡ് ചെയ്യേണ്ട ഒരു എക്സാം ആണ് NMCയുടെ ഇനി വരുന്ന നെക്സ്റ്റ് എക്സാമിനേഷൻ. ഇവിടെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന്റെ കൂടെ തന്നെയാണ് നിങ്ങൾ വിദേശത്ത് നിന്ന് MBBS പഠിച്ചു വന്നു കഴിഞ്ഞാലും നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് നോക്കുകയാണെങ്കിൽ തന്നെ 2024 കണക്ക് പ്രകാരം ഇന്ത്യയിൽ ടോട്ടൽ MBBS സീറ്റ് വെറും 1,09,153 എന്നുള്ളതാണ്. നീറ്റ് എക്സാമിന് അപ്പിയർ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന്റെ എണ്ണം 23,33,297 ആണ്. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ ഒരു ഡോക്ടർ ആവാനുള്ള ഒരു സീറ്റ് കിട്ടാനുള്ള ചാൻസ് വെറും 4.69% മാത്രമാണെന്നുള്ളതാണ്. ഈ ഒരു 4% വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നീറ്റ് വിത്ത് +1 +2, അത് കഴിഞ്ഞാൽ നീറ്റ് കോച്ചിങ്, അത് കഴിഞ്ഞാൽ നീറ്റ് റിപ്പീറ്റിംഗ്, പിന്നെ നീറ്റ് റിപ്പീറ്റ് എന്നിങ്ങനെ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഈ പറയുന്ന ഒരു 4% മാത്രമാണ് ഇന്ത്യയിൽ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടാനുള്ള ചാൻസ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ പഠിച്ച് ഡോക്ടർ ആവാനുള്ള ചാൻസ് വെറും 4%, വിദേശത്ത് MBBS പഠിച്ച് തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് ഡോക്ടർ ആവാനുള്ള ചാൻസ് 30% ആണെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി നമ്മൾ ഈ വീഡിയോയുടെ ഒരു കൺക്ലൂഷനിലേക്ക് വരികയാണെങ്കിൽ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഡിസീസ് സർവേലൻസ്, വാക്സിനേഷൻ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ, ഹെൽത്ത് കെയർ സ്ട്രാറ്റജീസ് തുടങ്ങിയ റിസർച്ച് ലെവലിൽ ഗ്ലോബൽ ഹെൽത്ത് ഡൊമൈനിലേക്ക് വരാനും വളരെ ആക്റ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു രാജ്യം കൂടിയിട്ടാണ് റഷ്യ. പതിറ്റാണ്ടുകളായിട്ട് തന്നെ ഏറ്റവും മികച്ച മെഡിക്കൽ പ്രാക്ടീസസ് ഫോളോ ചെയ്യുന്ന റഷ്യയിലെ മൊർദോവി യൂണിവേഴ്സിറ്റിക്ക് ഇന്ന് ഏതാണ്ട് 94 വർഷത്തെ നീണ്ട മെഡിക്കൽ പാരമ്പര്യമാണുള്ളത്. ഗ്ലോബലി അക്രഡിറ്റഡ് ആയിട്ടുള്ള ഈ ഒരു യൂണിവേഴ്സിറ്റി MBBS പഠിക്കാൻ എന്തുകൊണ്ടും നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. മറ്റു പല MBBS സ്റ്റഡി ഡെസ്റ്റിനേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് ലിവിംഗ് വളരെ കുറവ് എന്നതും
പഠിക്കുന്നതും റഷ്യയിലെ മൊർദോവ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. റഷ്യയിലെ ടോപ്പ് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റീസ് ആയിട്ടുള്ള മൊർദോവ എന്ന് തീർച്ചയായും ചൂസ് ചെയ്യാവുന്ന ക്വാളിറ്റി MBBS ഓപ്ഷനുകളിൽ ഒന്നാണ്. മൊർദോവ യൂണിവേഴ്സിറ്റിയിലെ MBBS അഡ്മിഷനുമായി സംബന്ധിച്ചിട്ടുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. വിദേശത്ത് MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിനോ അല്ലെങ്കിൽ നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്നവർക്കൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. ഈ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമന്റുകളായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. യൂറോപ്പിലും ഏഷ്യയിലുമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും കുറവ് ഫീസിൽ ഏറ്റവും മികച്ച ഫെസിലിറ്റീസിൽ MBBS പഠിക്കാൻ സാധിക്കുന്ന ഗ്ലോബലി അക്രീഡിയേറ്റഡ് മെഡിക്കൽ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചിട്ടാണ് ഞാൻ എന്റെ വീഡിയോസിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. ആദ്യമായാണ് എന്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള എഡ്യൂക്കേഷൻ റിലേറ്റഡ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോ കാണാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. MBBS പഠിക്കാൻ വേൾഡ് ക്ലാസ് മെഡിക്കൽ യൂണിവേഴ്സിറ്റീസ് പരിചയപ്പെടുത്തുന്ന മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.